എന്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത ചൂടാണല്ലേ. ഈ ചൂട് നമ്മുടെ ബാഡ്മിന്റൺ കളിനെ അഫക്ട് ചെയ്യണ്ടോ? ഇത് ആരും ഇങ്ങനെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ ചൂട് നമ്മുടെ കളിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു ഡിസംബർ ജാനുവരി മാസത്തിൽ ഒരു റാക്കറ്റ് റീസ്ട്രിങ് ചെയ്തു. ആ റാക്കറ്റ് കൊണ്ട് നമ്മൾ നന്നായിട്ട് കളിച്ചു, നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് വീണ്ടും റീസ്ട്രിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മന്തിൽ കൊടുക്കുകയാണ്. അപ്പൊ അതും അതേ സെയിം സ്ഥലത്ത് സെയിം ടെമ്പറിൽ സെയിം സ്ട്രിങ്ങിട്ട് നമുക്ക് സ്ട്രിങ് ചെയ്ത് തന്നു. പക്ഷേ ആദ്യത്തെ റീസ്ട്രിങ്ങിന്റെ ഒരു പെർഫോമൻസ് ഇതിന് കിട്ടുന്നില്ല. അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മെയിൻ റീസൺ നമ്മുടെ ഈ കാലാവസ്ഥ മാറ്റാണ്, അതായത് ചൂട്. ഇപ്പൊ കേരളത്തിൽ ചൂടുള്ള കാലാവസ്ഥയാണല്ലേ. അപ്പൊ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ റീസ്ട്രിങ് ചെയ്യുമ്പോൾ ഇത് സ്ട്രിങ് ചെയ്യുന്നത് എപ്പോഴും നമ്മളൊരു 26-27 LBS അങ്ങനെയൊക്കെ ഒരു ടെമ്പറിലായിരിക്കും. അപ്പൊ നമ്മുടെ ഈ സ്ട്രിങ്ങിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ടെമ്പറേച്ചർ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ക്യാരക്ടറിൽ ഒരു മാറ്റം വരും. അതായത് ഈ ചൂടടിക്കുമ്പോൾ ഈ നൈലോൺ സോഫ്റ്റ് ആകും. അത് സോഫ്റ്റ് ആകുന്നതോടുകൂടി ഇതിന്റെ ഒരു ടെൻഷൻ ലൂസ് സംഭവിക്കാൻ തുടങ്ങും. പിന്നെ വേറൊരു കാര്യമാണ് ഈ ഹ്യൂമിഡിറ്റി, അതായത് ആവി എന്നൊക്കെ നമുക്ക് പറയാം. ചില സമയങ്ങളിൽ നമുക്ക് ഈ സ്ട്രിങ്ങിൽ ഒരു മോയ്സ്ചർ ഫീൽ ഒക്കെ വരാം, ഒരു നനവ് അങ്ങനെയൊക്കെ വരാം ഈ ആവി കൂടിയിട്ട്. അപ്പൊ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷട്ടിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇത് തമ്മിലുള്ള ഒരു ഒരച്ചിലിന്റെ ഒരു ഇഫക്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ സ്ട്രിങ്ങിന് ഡാമേജും വരാറുണ്ട് ഈ സമയത്ത്. ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി റീസ്ട്രിങ് ചെയ്യുന്നത് 25 LBS ഒക്കെ ആണെങ്കിൽ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ റീസ്ട്രിങ് ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേക്കും ഒരു 2 LBS കൂടുതൽ ടെമ്പർ ഇടാൻ പറയുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഈ സ്ട്രിങ്ങിന്റെ സ്വഭാവത്തിന് മാറ്റം വരാറുണ്ട്.